ആരും അറിയാതെയാണോ ഈ ഡീൽ എന്നുള്ളതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഡീൽ പ്രകാരം എന്താണ് അദാനിക്ക് കിട്ടുന്നത് എന്ന് ഞാൻ ആദ്യം പറയാം. നിലവിൽ അദാനി മുടക്കിയ ഇക്വിറ്റി 2454 കോടി രൂപയാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെയും അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി വിഴിഞ്ഞത്തെ തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിരിക്കുന്ന പണം 2454 കോടി രൂപ. 49% ഓഹരി വിറ്റതിലൂടെ MSCയുടെ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം കൊടുത്തിരിക്കുന്നത് 13,220 കോടി രൂപയാണ്. ഈ ഒറ്റ ഡീലിലൂടെ അദാനിയുടെ ലാഭം 10,766 കോടി രൂപയാണ്. 2028 പൂർത്തിയാകേണ്ട ഈ പദ്ധതിക്ക് ഇനി 16,000 കോടി രൂപ കൂടി അദാനി മുടക്കേണ്ടതുണ്ട്. നിലവിൽ 16,000 കോടി മുടക്കേണ്ടടുത്ത് 10,000 കോടി രൂപ ഇതിനകം തന്നെ അദാനിക്ക് ലാഭമായി കഴിഞ്ഞു. ഇനിയാണ് രസകരമായൊരു കാര്യം. നോക്കൂ, 49% വിറ്റിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 51% വാല്യൂ എത്രയുണ്ട്? ഇത്രയും തന്നെയുണ്ട് എന്നുള്ളതാണ്. അതായത് 27,000 കോടി രൂപയാണ് കേവലം 2,484 കോടി രൂപ നിക്ഷേപിച്ച് ഈ 2028 ആകുമ്പോഴേക്കും ഈ കമ്പനിയുടെ മൂല്യമായി അദാനി കാണിച്ചിരിക്കുന്നത്. വർധന എത്രയാണെന്ന് നോക്കൂ. ഏകദേശം 11 മടങ്ങ് വർധനയാണ് അദാനി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചെറിയ മീനല്ല അദാനി എന്നുള്ളത് ഈ കണക്കിലൂടെ തന്നെ വ്യക്തമാകുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ഈ ഡീലിൻ്റെ നിയമസാംഗത്യത്തെക്കുറിച്ച് രണ്ടാമത് ഞാൻ പറയാം. നമ്മൾ 2024 ഈ ഈ വിഴിഞ്ഞം പോർട്ടുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരുന്നു. അത് ഈ കൺസെഷെയറും അതോറിറ്റിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആയിരുന്നു. കൺസെഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. ഇവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് ക്ലോസ് ഓഗസ്റ്റ് മാസം 17-ാം തീയതി സൈൻ ചെയ്തിരുന്നു. ആ കരാറിൻ്റെ ക്ലോസ് 5(3) പ്രകാരം ഒബ്ലിഗേഷൻസ് റിലേറ്റിംഗ് ടു ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. അതിൽ 531 പ്രകാരം ദ കൺസെഷനെയർ എന്ന് പറഞ്ഞാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഷാൾ നോട്ട് അണ്ടർടേക്ക് ഓർ പെർമിറ്റ് എനി ചേഞ്ച് ഇൻ ഓണർഷിപ്പ് എക്സെപ്റ്റ് വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരള സർക്കാരിൻ്റെ പ്രയർ അപ്രൂവൽ ഇല്ലാതെ ഈ പോർട്ടിലെ ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓണർഷിപ്പ് ചേഞ്ച് ഉണ്ടാകാൻ പാടുള്ളതല്ല. Notwithstanding anything to the contrary contained in this agreement, the concessionaire agrees and acknowledges that all acquisitions of equity by an acquirer, either by himself or with any person acting in concert, directly or indirectly, including by transfer of the direct or indirect legal or beneficial ownership of control of any equity in aggregate of 25% of the concessionaire എന്നുള്ളതാണ്. നോക്കൂ, 25%-ലധികം ഓഹരി ഈ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തമാക്കിയാൽ അത് ഓണർഷിപ്പ് ചേഞ്ചായിട്ട് കണക്കാക്കും. അങ്ങനെ ഓണർഷിപ്പ് ചേഞ്ചായിട്ട് കണക്കാക്കുന്നത് ഒന്നുകിൽ ബോർഡ് ഓഫ് ഡയറക്ടർമാരുടെ മാറ്റം, അതല്ലെങ്കിൽ 25%-ലധികം ഓഹരി കൈമാറ്റം. ഇതെന്തു തന്നെ സംഭവിച്ചാലും അത് അതോറിറ്റിയായ കേരള ഗവൺമെൻറ് അറിഞ്ഞിരിക്കണം എന്നാണ് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നത്. അതായത് ദാറ്റ് ഈസ് ദ പ്രൈമാ ഫേസി, അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. ഇതാണ് അദാനി വയലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു വലിയ വയലേഷൻ നടത്തിയിട്ടുണ്ട്. അത് കേരള സർക്കാരുമായിട്ടുള്ള ഒരു ലീഗൽ എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൻ്റെ വയലേഷനാണ്. ക്ലാസ് 531 വയലേഷൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ഇനി എന്താ സർക്കാരിന് മുന്നിലുള്ളത്? ഒന്നുകിൽ അദാനിയോട് ഈ പറയുന്ന എഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറാനായിട്ട് ആവശ്യപ്പെടാം, ഇല്ലെങ്കിൽ പുതുതായിട്ട് ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടാം. പക്ഷേ നോക്കൂ, ഇതിനകം തന്നെ സെബിയുടെ അപ്രൂവൽ വാങ്ങി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇറക്കിക്കഴിഞ്ഞു അദാനി വിഴിഞ്ഞം പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഓഹരി ഷെയർ MSCയുടെ 49% ഇന്ന് മാർക്കറ്റിൽ ഇറക്കിക്കഴിഞ്ഞു. നോക്കൂ, സംസ്ഥാന സർക്കാരിനോട് അതോറിറ്റിയോട് ആലോചിക്കാതെ എങ്ങനെയാണ് ഇങ്ങനെ അദാനിക്ക് ചെയ്യാനുള്ള ഒരവകാശം ലഭിക്കുക? ലോക്കസ് സ്റ്റാൻഡി എവിടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് കേവലം സാങ്കേതികമായ ചോദ്യമല്ല. ഇത് കേരളത്തിലേക്ക് വലിയ നിക്ഷേപം വരാൻ പോകുന്നു എന്ന് വളരെ നിഷ്കളങ്കമായി കാണുന്ന ഒന്നായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല എന്നുള്ളതാണ്. അതിന് 2-3 കാരണങ്ങൾ എനിക്കുണ്ട്.
ഒന്ന്, ഈ മിഷൻ സമുദ്ര എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രോജക്റ്റിൻ്റെ മൊത്തത്തിലുള്ള സ്വഭാവവും അദാനി പോർട്ട് ലിമിറ്റഡിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തതും തുടങ്ങി മുഖ്യമന്ത്രിയുടെ മംഗലാപുരം ചാർട്ടേഡ് ഫ്ലൈറ്റ് യാത്രയടക്കം ഇന്നിപ്പോൾ സംശയത്തിന് നിഴലിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഒരു ഡീൽ ചർച്ച ചെയ്യുമ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഴിഞ്ഞം പോർട്ടിന് ചുമതലയുള്ള നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ തന്നെ ഒരു MD ഉണ്ട്. ആ MD അറിയാതെ ഇങ്ങനെ നീങ്ങുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. മുൻ MDയോടോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഇത്തരത്തിലുള്ളൊരു ഡീൽ ഉള്ളതായി അവിടെ പലർക്കും വിവരമുണ്ടായിരുന്നു. വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പല ഉദ്യോഗസ്ഥർക്കും ഈ MSC കമ്പനിയും അദാനി പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള ചില ധാരണകൾ നടക്കുന്നതായും ചില എഗ്രിമെൻറ്റുകളിലേക്ക് പോകുന്നതായും മുദ്ര മോഡലിൽ എനൂർ മോഡലിലുള്ള ഒരു എഗ്രിമെൻറ്റ് താമസിയാതെ രണ്ട് കമ്പനികളും സൈൻ ചെയ്യുമെന്നുമുള്ള ഒരു ധാരണ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്നിട്ടും എന്തുകൊണ്ടാണ് തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി അറിയാതെ പോയത്? എന്തുകൊണ്ടാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ MD ആയ ജെറോമി ജോർജിന് അറിയാതെ പോയത്? ഇതറിയാതെ എങ്ങനെയാണ് സെബിയുടെ അനുമതിയോടുകൂടി ഇത് ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്? അവിടെയാണ് ഈ ക്ലോസ് വയലേഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് 3. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്ര നിഷ്കളങ്കമല്ല കാര്യങ്ങൾ. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ എന്ന MSC എന്ന ഈ കപ്പൽ ഭീമൻ എന്ന് നമ്മൾ പറയുമല്ലോ, മൊത്തം ലോകത്തെ തന്നെ 5-1 കണ്ടെയ്നർ ഷിപ്പുകളും ഇവരുടെ പേരിലാണ്. ഇവരുടെ സ്വന്തമായിട്ടുള്ള പേരിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം മറ്റു പല രാജ്യങ്ങളുടെയും കപ്പലുകൾ എടുത്താണ് ഇവർ ഓടിക്കുന്നത് എന്നാണ്. സ്വിറ്റ്സർലൻഡിലെ അപ്പോണ്ടസ് എന്ന് പറയുന്ന വലിയ സമ്പന്നൻ്റെ ഒരു കപ്പൽ ശൃംഖലയാണ് ഈ MSC എന്ന് പറയുന്നത്. അവർക്ക് പല പല വിഭാഗങ്ങളുണ്ട്. അതിലെ ഒരു സബ്സിഡിയറി വിഭാഗമാണ്, അവരുടെ ഒരു വെർട്ടിക്കലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ അവരുടെ ഓപ്പറേറ്റിംഗ് വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ലോകത്തെ തന്നെ 100ഓളം കണ്ടെയ്നർ ഷിപ്പ് ടെർമിനലുകളുടെ നിയന്ത്രണം ഈ MSCയുടെ തന്നെ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കുണ്ട്. ആ കമ്പനിയാണ് ഇവിടെ പണം മുടക്കിയിരിക്കുന്നത്. 13,270 കോടി രൂപ മുടക്കിയിരിക്കുന്നത്. എന്തിനാണ് കേരളത്തിൽ അവർ ഈ പണം മുടക്കുന്നത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊരു സംശയമുള്ളത്, ഈ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്ന 1006 കപ്പലുകളും ആരുടേതാണ് എന്ന് ഞാൻ അന്വേഷിച്ചു. 1006 കപ്പലുകളിൽ ഞെട്ടിപ്പോയൊരു വിവരം, 99% വന്നിരിക്കുന്നത്, വേണമെന്ന് പറഞ്ഞാൽ 100% എന്ന് തന്നെ പറയാമെന്നാണ് അവിടെയുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത്, ഇത് MSC എന്ന കപ്പൽ ഭീമൻ്റെ മാത്രമാണ്. ഇതുവരെ വിഴിഞ്ഞം കമ്മീഷൻ ചെയ്ത് നാളിതുവരെ വന്നിരിക്കുന്ന 1006 കപ്പലുകളും വന്നിരിക്കുന്നത് MSCയുടെ മാത്രം കപ്പലുകളാണ്. അപ്പോൾ MSCയുടെ കപ്പലുകൾ മാത്രം വരിക, 1000 കപ്പലുകൾ വന്നു എന്ന പ്രതീതി ഉണ്ടാക്കുക. ആ കപ്പലുകളിൽ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടെയ്നറുകളിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. കാരണം അവിടെ ഒരു കണ്ടെയ്നർക്ക് വേണ്ടിയിട്ടൊക്കെ സ്ക്രീൻ ചെയ്യാൻ ആവശ്യമായ കണ്ടെയ്നർ സ്ക്രീൻ സംവിധാനം അവിടെ ഇല്ല, സ്ക്രീനിങ് സംവിധാനം അവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഈ MSC എന്ന കപ്പൽ നമ്മുടെ തീരദേശത്ത്, നമ്മുടെ ആഴക്കടലിൽ വലിയ രീതിയിൽ അപകടത്തിൽപ്പെടുന്ന സമയത്ത് നഷ്ടപരിഹാരം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് ഇപ്പോൾ തരാതെ നമുക്കെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് MSC എൽസ. ഇത്രയും പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. വലിയ രീതിയിൽ MSC എൽസ 3 കടലിൽ അപകടമുണ്ടായതിനെ തുടർന്നുണ്ടായ നാശനഷ്ടത്തെക്കുറിച്ച് നമ്മൾ പറയുകയും എന്നാൽ അതിനെതിരെ 1,200 കോടി രൂപ മാത്രം കെട്ടിവെക്കുകയും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊരു കമ്പനി അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് മുദ്ര മോഡലിൽ എനൂർ മോഡലിൽ ഒപ്പുവെച്ച് സിംഹഭാഗവും 49%. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് അദാനിയുടെ ഷെയറിൻ്റെതെന്ന് നിങ്ങൾ ധരിക്കരുത്. 2060 വരെ അദാനിക്ക് മാത്രമേ ഇതിൽ ഷെയറുള്ളൂ. സംസ്ഥാന സർക്കാർ മുടക്കുന്നത് 61% ആണെങ്കിലും ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡിസൈൻ അനുസരിച്ച് അതിൻ്റെ 2060 വരെയുള്ള നടത്തിപ്പ് അവകാശം പൂർണ്ണമായും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ്. അതിൽ കേരള സംസ്ഥാന സർക്കാരിന് ഒരു ഷെയറും ഇല്ല. 100% ഷെയറും അദാനിക്കാണ്. അതിൽ 49% നിലവിൽ MSCക്ക് പോകുന്നത്, 51% അദാനിയുടെ കയ്യിൽ ഇനി ബാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 11 മടങ്ങ് വർധനമുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പൈസ 2,453 കോടി എറിഞ്ഞു, 27,000 കോടി കേവലം 3 വർഷങ്ങൾ കൊണ്ട് അദാനിക്ക് കിട്ടി. ഇതാണ് ഈ കണക്കിൻ്റെ ബാക്കിപത്രം എന്ന് പറയുന്നത്, അദാനിയുടെ കയ്യിലെ ബാക്കിപത്രം എന്ന് പറയുന്നത്. ഇവിടെയാണ് നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ, മാധു സൂചിപ്പിച്ചതുപോലെ MSCയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ട്. ഞാനിതിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒന്നല്ല. പക്ഷേ ഇത് സുതാര്യമാകണമായിരുന്നു. സംസ്ഥാന സർക്കാരിനെ സമീപിക്കണമായിരുന്നു, കേന്ദ്ര സർക്കാരിനെ സമീപിക്കണമായിരുന്നു, ഡിഫൻസ് മിനിസ്ട്രിയെ സമീപിക്കണമായിരുന്നു. അവിടെ നിന്ന് അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ പാടുള്ളായിരുന്നു. അദാനിയുടെ കമ്പനിക്ക് ഓഹരി വിറ്റഴിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തടസ്സം നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിനെ ഇതെന്തുകൊണ്ട് അറിയിക്കാതെ പോയി, സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന് ഇപ്പോൾ പറയുന്നു. ഈ കാര്യങ്ങളിലെല്ലാം ഒരു സുതാര്യത വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ നേരത്തെ MSC കപ്പലുമായി ബന്ധപ്പെട്ട് സെർച്ച്
ചെയ്യുമ്പോൾ ബാൽക്കണിയിലെ ക്രിമിനലുകൾ അവരുടെ കൊക്കൈൻ ട്രാൻസ്ഫർ നടത്തുന്ന പ്രധാനപ്പെട്ട വഴികളിലൊന്ന് 2019 ഫിലാഡൽഫിയയുടെ തീരത്ത് കണ്ടെത്തിയ MSC ഗയാന എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിന്ന് പിടിച്ചെടുത്ത കൊക്കൈൻ്റെ കണക്ക് പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 20 ടൺ കൊക്കൈനോ മറ്റോ ആണ് അവിടെ നിന്ന് പിടിച്ചെടുത്തത് എന്നുള്ളതാണ് MSC ഗയാന എന്ന കപ്പലിൽ. പിന്നീട് അവരതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാനൊക്കെ ശ്രമിച്ചു. ഞങ്ങൾ ഇതിന് ഇരകളായിരുന്നു എന്നൊക്കെയാണ് MSC മാനേജ്മെന്റ് പറഞ്ഞതെങ്കിൽ പോലും നോക്കൂ, പലയിടങ്ങളിലും ഇവരുടെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട്. ആ അർത്ഥത്തിലൊക്കെ MSC എന്ന് പറയുന്ന വലിയ കപ്പൽ ഭീമനുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ ദുരൂഹമായി സംശയകരമായ സാഹചര്യത്തിൽ അതിന് സുതാര്യതയില്ലാതെ വെച്ചത് എന്തുകൊണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. ഇനിയാണോ സമീപിക്കേണ്ടത്? കരാർ പ്രകാരം ആദ്യം കിട്ടേണ്ട അംഗീകാരം കിട്ടാതെ ഇത് വിവാദമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സമീപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതത്ര നിഷ്കളങ്കമായൊരു പ്രോജക്റ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പണം വരുന്നതും വിദേശ നിക്ഷേപം വരുന്നതും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ വികസനവും ഒക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലെല്ലാത്തിലും ഒരു സുതാര്യത വേണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള നിലപാട്. ഇത് ആരും അറിയാതെ വന്നതല്ല. അവിടെ ചില ഉദ്യോഗസ്ഥർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. ഇതിന് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ ചുരുളുകൾ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.